പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വിഷയം കേരള നവോത്ഥാനം എന്നുള്ളതാണ്. കേരള നവോത്ഥാനം എത്രത്തോളം പ്രസക്തിയും പ്രാധാന്യവും അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിന് മുൻപ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർണർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ വളരെ കഷ്ടതയും പ്രയാസവും അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അനാചാരങ്ങളും അസമത്വങ്ങളും നിലവിലിരുന്നു. ജനങ്ങൾ മൊത്തം ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടിരുന്നു. ജനങ്ങളെ മൊത്തത്തിൽ സവർണരെന്നും അവർണരെന്നും രണ്ടായിട്ട് തിരിഞ്ഞിരുന്നു. ബ്രാഹ്മണരായിരുന്നു ജാതികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത്. ബ്രാഹ്മണർ കഴിഞ്ഞാൽ അമ്പലവാസികൾ, അമ്പലത്തിൽ ജോലി ചെയ്യുന്നവർ, അതിനും അമ്പലത്തോട് അടുത്തുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു. അത് കഴിഞ്ഞാൽ നായന്മാർ അഥവാ ശൂദ്രന്മാർ, പിന്നീട് ഈഴവർ. ഈഴവർക്കും നായന്മാർക്കും ഇടയിലായിരുന്നു ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സ്ഥാനം. ഈഴവർ കഴിഞ്ഞാൽ അവർണർ എന്നറിയപ്പെടുന്ന ദളിതർ ആയിരുന്നു സമുദായത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർ എന്ന് കരുതപ്പെട്ടിരുന്നത്. അന്നത്തെ ആഹാര സമ്പ്രദായം വളരെ വിചിത്രമായിരുന്നു. പോഷകാഹാരങ്ങളും മറ്റും കഴിച്ചിരുന്നത് ഉയർന്ന ജാതികളിൽ ഉള്ളവരായിരുന്നു. ബ്രാഹ്മണരും ഉന്നത ജാതികളും ഇഡ്ഡലി, ദോശ, അരി ആഹാരങ്ങളും മിഷ്ടാന്ന ഭോജനങ്ങളും നടത്തിയിരുന്നു. അന്ന് പുട്ട് എന്ന് പറയുന്ന പലഹാരം ഈഴവരുടെ ഒരു പലഹാരമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ദളിതരും പറയർ, പുലയർ മുതലായ പാവപ്പെട്ടവരും കഞ്ഞിയും കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റും കഴിച്ചാണ് അവരുടെ വിശപ്പ് തീർത്തിരുന്നത്. അത്രയ്ക്ക് ശോചനീയമായിരുന്നു അവരുടെ ജീവിതം. ഭക്ഷണ സമ്പ്രദായത്തിൽ പോലും മാറ്റമുണ്ടായിരുന്നു. ഉപ്പ് എന്ന വാക്ക് പോലും താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ അവർണർ പറയാൻ പാടില്ല എന്നായിരുന്നു നിയമം. അവരുടെ വാസസ്ഥലങ്ങൾ പോലും പാർപ്പിടങ്ങൾ പോലും വ്യത്യസ്തപ്പെട്ടിരുന്നു. ജാതി അടിസ്ഥാനത്തിലായിരുന്നു വിവിധ ജാതിക്കാരുടെ പാർപ്പിടങ്ങൾ. ബ്രാഹ്മണരും അമ്പലവാസികളും ക്ഷേത്രത്തിന് സമീപത്തായി താമസിച്ചിരുന്നു. അതിന് ഒരല്പം അകലെയായി നായന്മാർ താമസിച്ചിരുന്നു. അവരിൽ നിന്നും അകന്ന് ആണ് ഈഴവർ താമസിച്ചിരുന്നത്. ക്രിസ്ത്യാനികളുടെ സ്ഥാനം ഈഴവർക്കും നായന്മാർക്കും ഇടയിലായിരുന്നു. അവർണർ എന്നറിയപ്പെടുന്ന പാവപ്പെട്ട പുലയർ, പറയർ മുതലായ ദളിതർ അവർ പുറമ്പോക്കുകളിലും വയൽ വരമ്പുകളിലും മറ്റും വീട് വച്ച് താമസിച്ചിരുന്നു. അങ്ങനെ താമസ സ്ഥലങ്ങളിൽ പോലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഭവനങ്ങൾക്ക് ജാതി അനുസരിച്ച് പല പേരുകളായിരുന്നു. രാജാവ് താമസിക്കുന്നത് കൊട്ടാരം, നമ്പൂതിരി താമസിച്ചിരുന്നത് മന, തിരുമുൽപ്പാട് താമസിച്ചിരുന്നത് മഠം, പിഷാരടിയുടെ പിഷാരം, വാര്യരുടെ വാര്യം. നായന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മറ്റും വീടുകൾ തന്നെ എന്നറിയപ്പെടുന്നു.
ഈഴവരുടെ ഭവനങ്ങളും വീടുകളെന്നാണ് അറിയപ്പെടുന്നത്. ദളിതർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ചെറ്റപ്പുരകൾ അല്ലെങ്കിൽ പാടി എന്നും മറ്റും അറിയപ്പെട്ടിരുന്നു. ചെറ്റ എന്ന വാക്ക് തന്നെ സംസ്കാരത്തിൽ വന്നത് താണവർ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഹീനരായിട്ടുള്ള ആളുകളെ സംബോധന ചെയ്യുന്ന പദം എന്ന അർത്ഥത്തിൽ മോശമായൊരു പദം ആയിട്ടാണ് ഇന്ന് കരുതപ്പെടുന്നത്. ഈ ചെറ്റക്കുടിൽ എന്ന ഭവനത്തിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. അവർണർക്ക് അവരുടേതായ ചില പ്രത്യേക ഭാഷകളുണ്ടായിരുന്നു. അവർ എൻ്റെ അല്ലെങ്കിൽ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അടിയൻ്റെ കുപ്പപ്പാട്, അടിയൻ്റെ കിടാങ്ങൾ, അടിയൻ്റെ കിടാത്തി എന്നും മറ്റുമാണ് മറ്റ് സവർണ ജാതിക്കാരുടെ മുൻപാകെ അവർ പ്രയോഗിക്കേണ്ടത്. വീട് വെക്കുന്ന രീതിയും പല വിധത്തിലായിരുന്നു. കൊട്ടാരവും മനയും നമ്പൂതിരിമാരുടെ മനയും നിർമ്മിക്കുന്നതിന് തേക്ക് ഉപയോഗിച്ചിരുന്നു. മറ്റ് ജാതിക്കാർക്ക് തേക്ക് ഉപയോഗിച്ച് വീട് പണിയാൻ പാടില്ല. നായന്മാരുടെയും സാധാരണക്കാരുടെയും വീട് വെച്ചിരുന്നത് ആഞ്ഞിലിയും പ്ലാവും ഉപയോഗിച്ചാണ്. ദളിതരുടെ അവർണരായവരുടെ ദളിതരുടെ വീടുകൾ മണ്ണുകൊണ്ട് 3-4 അടി പൊക്കി കെട്ടിയ ശേഷം അതിന് മുകളിൽ ഓലയും മറ്റും ഉപയോഗിച്ച് മറച്ച് ഓല മേഞ്ഞതായിരുന്നു. മലവർഗക്കാരുടെ വീടുകൾ ഈറയും മുളയും കൊണ്ട് നിർമ്മിച്ച് മുളയിലകൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും മേഞ്ഞതായിരുന്നു. അങ്ങനെ വിവിധ ജാതിക്കാരുടെ വീടുകളിൽ പോലും താമസ സൗകര്യങ്ങളിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നു. പാർപ്പിടമെന്ന് പറയുന്ന താമസിക്കാനുള്ള ഒരിടം എന്നതിനുപരി അവരുടെ വിവിധ ജാതികളുടെ പ്രൗഢിയും അവസ്ഥയും മറ്റും വിളിച്ചറിയിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഭാഷ തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് വിവിധ ജാതികൾ തമ്മിൽ ഐക്യം നിലനിന്നിരുന്നു. അതായത് നമ്പൂതിരിമാരുടെ മുൻപാകെ നമ്പൂതിരിമാരിൽ നിന്നും ഒരല്പം മാറി അകന്നു വേണം നായന്മാർ ചെല്ലാനും കാണാനും പെരുമാറാനും. അതിൽ നിന്നും ഇത്രയടി അകലം മാറി നിന്ന് വേണം ഈഴവർ പെരുമാറാനും അവരെ കാണാനും. ഈഴവരിൽ നിന്നും വളരെയധികം അകലം പ്രാപിച്ച് വേണം അവർണർ നടക്കാനും ജീവിക്കാനും. സവർണ ജാതികൾ നടന്നു പോകുമ്പോൾ അവരോ അവരുടെ കൂടെയുള്ളവരോ ഹോയ് ഹോയ് എന്ന് ശബ്ദമുണ്ടാക്കും. അത് കേട്ട് അവർണരായിട്ടുള്ള ആളുകൾ മാറി നടന്നു കൊള്ളണം. അതായിരുന്നു ആചാരം. അവരുടെ കണ്ണിൽപ്പെടാൻ പാടില്ല. കൂടാതെ അന്നത്തെ ഒരാചാരമായിരുന്നു പുലപ്പേടി അഥവാ മണ്ണാപ്പേടി. നായർ സ്ത്രീകളും മറ്റും രാത്രികാലങ്ങളിൽ വീടിൻ്റെ പുറത്ത് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഇറങ്ങുന്നത് അവരെ വീടിന് പുറത്ത് വച്ച് അവർണരായിട്ടുള്ള ദളിതർ കണ്ടാൽ അവർ കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞാൽ ഈ സ്ത്രീകൾ ഇവരുടെ കൂടെ തുടർന്ന് പൊയ്ക്കൊള്ളണം. അതായിരുന്നു നിയമം. ഇപ്രകാരം ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകളെ പാട്ടിലാക്കുന്നതിന് വേണ്ടി ദളിതരായിട്ടുള്ള ആളുകൾ രാത്രികാലങ്ങളിൽ വീടിന് സമീപം ഒളിച്ചിരുന്ന് കാണുകയും അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഈ സ്ത്രീകളെ കൈവശപ്പെടുത്തിക്കൊണ്ടു പോവുകയും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുമ്പോൾ അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാചാരം നിലവിലുണ്ടായിരുന്നു. ഇങ്ങനെ പല പല അനാചാരങ്ങളും അസമത്വങ്ങളും നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നവോത്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയാം. ഇപ്രകാരമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കേരള ജനത ജീവിച്ചു പോയിരുന്നതെന്ന് ഇപ്പോൾ
ഇപ്പോഴുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാൽ അത് സത്യമാണ് എന്ന് മാത്രം പറയാം. തുടർന്നുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.